നോമ്പുകാലം വിശുദ്ധിയിലേക്കുള്ള വളർച്ചയുടെ കാലമാണ്. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ്. വിശുദ്ധിയിൽ വളരാനുള്ള രാജവീഥികളിൽ പ്രധാനം അനുതപിക്കുന്ന ഒരു ഹൃദയമാണ്. നിന്നിലെ അശുദ്ധിയെ ഉപേക്ഷിക്കാനുള്ള ഉള്ളിൽ തട്ടിയുള്ള തീരുമാനം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കും. അപ്പോൾ നിൻ്റെ മിഴികൾ സജ്ജലങ്ങളാകും. ബാഹ്യമായ അനുതാപ കണ്ണുനീർ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിൻ്റെ ആത്മാവിൽ അശ്രുകണങ്ങൾ വീഴുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് കുമ്പസാരത്തെ കണ്ണുനീരിൻ്റെ മാമോദീസ എന്ന് വിശേഷിപ്പിച്ചത്. അശുദ്ധിയുടെ ആഴം എത്ര അധികമായാലും ദൈവസന്നിധിയിൽ അനുതപിക്കുന്നവന് ശുദ്ധതയുടെ തീരത്തണയുവാൻ സ്വർഗം കരം പിടിക്കും. അശുദ്ധിയെ ഉപേക്ഷിക്കാനും നിൻ്റെ ദൈവത്തെ സ്വന്തമാക്കാനുമുള്ള ആഗ്രഹം നിൻ്റെ ഹൃദയത്തിൽ തുടിക്കണമെന്ന് മാത്രം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വാക്യം. പന്നിക്കുഴിയിൽ നിരാശനായി മുഖമമർത്തി കിടന്നാൽ ദൈവത്തിന് നിന്നെ മാറോട് ചേർക്കാൻ കഴിയുകയില്ല. ആഗ്രഹത്തോടെ മുഖമൊന്നുയർത്തിയാൽ, അനുതാപത്തോടെ ഒരു തിരിഞ്ഞുനോട്ടം നിൻ്റെ ദൈവത്തിലേക്ക് നോക്കിയാൽ അതുമതി. അവിടുന്ന് നിന്നെ കരം പിടിച്ചുയർത്തും. തൻ്റെ മാറോട് ചേർത്ത് നിൻ്റെ നെറ്റിത്തടത്തിൽ സ്നേഹചുംബനമേകും. അവിടുന്ന് അവനെ വാരിപ്പുണർന്നു, തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. ശിക്ഷിക്കപ്പെടാൻ തക്കവിധം എന്ത് അപരാധമാണ് എന്നിൽ കുടികൊള്ളുന്നത് എന്ന് ചോദിക്കരുത്. ഞാൻ ഇവയെല്ലാം ചെയ്തിട്ടും എനിക്കെന്ത് സംഭവിച്ചു എന്നും ചിന്തിക്കരുത്. ഒരുപക്ഷെ കായൻ്റെ മേൽ ദൈവം സ്ഥാപിച്ച അടയാളം പോലെ നീ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അനുതപിക്കുവോളം കർത്താവ് നിൻ്റെ നെറ്റിയിൽ സ്ഥാപിച്ച കുരിശടയാളമായിരിക്കാം ഈ കാലഘട്ടങ്ങളിൽ നിന്നെ സംരക്ഷിച്ചത്. ഒന്നും പാഴായിപ്പോയിട്ടില്ല. ഉദ്ധിതൻ ഇപ്പോഴും നിൻ്റെ ഉയർപ്പിനു വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിപ്പുണ്ട്. നിൻ്റെ തിരിച്ചുവരവിൻ്റെയും പ്രത്യാശയുടെയും പുതുമത്സ്യവുമായി നിൻ്റെ ഹൃദയം അവനു വേണ്ടി ആഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലമെങ്കിലും പാഴാക്കാതെ തിരികെ വരാം. ഉദ്ധിതൻ നിനക്കായി കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ.